ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളിങ്ങനെ എന്താ പറയുക, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ ഓൺലി. ഇല്ല, ആയിട്ടില്ല. സ്ഥാനാർത്ഥി വലിയ എന്താ പറയുക, മണ്ഡല പര്യടനം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. അത് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അത്രേ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുള്ളൂ. സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണ് കാണുന്ന എല്ലാ വോട്ടർമാരും അക്കോർഡിംഗ് ടു മീ ദേ ആർ ദ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഞാൻ വലിയ എന്താ പറയുക, കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പോൾ അതിന് അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതൊക്കെ നടക്കും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അതൊക്കെ എന്താ പറയുക, സ്വയംഭൂ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിലേക്ക് നീങ്ങും. അത് ജനങ്ങളത് ഏറ്റെടുക്കും. നിങ്ങൾ കണ്ടോ, അത് ആ റേഞ്ച് നിങ്ങൾക്ക് കാണാം. ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ഇലക്ഷൻ സ്ട്രാറ്റജി that the people those who are living in this constituency, they will manage it. Self management. അതെല്ലാം എന്താ പറയുക, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് അനുസരിച്ചിരിക്കും. അല്ല, സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടല്ലോ. ഞാൻ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നിലമ്പൂരിലെയും പരിസരത്തെയും മഞ്ചേരി ഇവിടെയൊക്കെ റൂമില്ലായിട്ട് വലിയ നേതാക്കന്മാർ, പെരിന്തൽമണ്ണയൊക്കെയാണ് സൂട്ട് റൂമൊക്കെ ഫുള്ളായിട്ട്, അതിലൊക്കെ ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നവരുണ്ട്, മലപ്പുറത്തേക്ക് പോകുന്നവരുണ്ട്. മനസ്സിലായി, കക്കാടമ്പള്ളി റിസോർട്ടുകൾ, ഹൈ എൻഡ് റിസോർട്ടുകളൊക്കെ ഫുള്ളാണ്. അപ്പോൾ അവർക്കൊന്നും പായെ കിടന്നാൽ ഉറക്കം വരില്ല. സാധാരണ ബെഡിലും സ്യൂട്ട് റൂം ഉണ്ടെങ്കിൽ മാത്രമേ കിടന്നാൽ ഉറക്കം വരുള്ളൂ. അതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. വാഹനത്തിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആരാ ഇത് മാനേജ് ചെയ്യുന്നത്? കേരളത്തിലെ ഉന്നതരായ PWയുടെ ഏറ്റവും ഉന്നതരായ കോൺട്രാക്ടർമാർ, അവരല്ലേ പണം ഇറക്കുന്നത്, അവരെ വാഹനം അവിടെ ഓടുന്നത്. അതിലിങ്ങനെ മലന്ന് കടന്നു പോകുന്ന തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാരവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവരാ ഉള്ളത്. അവർ പകൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലേ പ്രവർത്തനത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ ഇതങ്ങനെ ആ ഒരു രീതിയിൽ പോകും.